കോൺഗ്രസിൽ ഈ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് രൂപപ്പെടുന്ന കലഹങ്ങളുടെ മറ്റൊന്ന് പത്തനംതിട്ട ജില്ലയിലാണ്. അത് അടൂർ നിയമസഭാ മണ്ഡലവുമായി ബന്ധപ്പെട്ടാണ്. DCC ജനറൽ സെക്രട്ടറി ബാബു ദിവാകരൻ രാജിവെച്ചു. സുജു ടി ബാബു ചേരുന്നു. സുജു, നേരത്തെ അടൂരിൽ സ്ഥാനാർത്ഥി പട്ടികയിൽ സാധ്യതാ പട്ടികയിൽ ഉണ്ടായിരുന്നയാളല്ലേ ഈ ബാബു ദിവാകരൻ? അദ്ദേഹത്തെ അവഗണിച്ചതിലാണോ? മാത്രവുമല്ല ആ ജില്ലയിലെ കോൺഗ്രസ്സുകാരെ തന്നെ അവഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണോ ഈ രാജി, ബാബു ദിവാകരൻ്റെ രാജി? തീർച്ചയായും അങ്ങനെ തന്നെയാണ്. ബാബു ദിവാകരൻ പറയുന്നത് തനിക്ക് സ്ഥാനാർത്ഥിത്വം നൽകിയില്ലെങ്കിലും മണ്ഡലത്തിൽ നിന്നുള്ള ഒരു കോൺഗ്രസ് സ്ഥാനാർത്ഥി വരണം എന്ന നിലപാടിലാണ് ബാബു ദിവാകരനുള്ളത്. മാത്രമല്ല, ബാബു ദിവാകരൻ രാജിവെച്ചതിന് പിന്നാലെ കോൺഗ്രസ് നേതാക്കൾ അദ്ദേഹത്തെ തരം താഴ്ത്തി സംസാരിക്കുന്നു എന്നും ആക്ഷേപമുണ്ട്. ഇക്കാര്യത്തിൽ നേരത്തെ ബാബു ദിവാകരന്റെ പേര് സജീവമായി പരിഗണിച്ചതാണ്. ഈ കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട അടൂരിലെ നേതാവ് കൂടിയാണ് ബാബു ദിവാകരൻ. മുൻ നഗരസഭാ ചെയർമാൻ, അതുപോലെ തന്നെ സാംസ്കാരിക വേദിയുടെ അധ്യക്ഷൻ, യൂത്ത് കോൺഗ്രസ് ജില്ലാ അധ്യക്ഷൻ തുടങ്ങിയ പദവികളിൽ ഇരുന്ന വ്യക്തിത്വം കൂടിയാണ് ബാബു ദിവാകരൻ. എന്നാൽ ഇപ്പോൾ രൂക്ഷ വിമർശനമാണ് കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ ഉയർത്തിയിരിക്കുന്നത്. ബാബു ദിവാകരൻ പോകുന്നെങ്കിൽ പോകട്ടെ എന്നുള്ള മനോഭാവത്തോടെയാണോ നേതാക്കൾ അദ്ദേഹത്തിന്റെ ഈ പ്രതിഷേധത്തിനും അസംതൃപ്തിയോടും പ്രതികരിക്കുന്നത്? തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ബാബു ദിവാകരൻ വാർത്താ സമ്മേളനം നടത്തിയപ്പോൾ ജനങ്ങൾക്ക് എന്നെ അറിയാം, കോൺഗ്രസ് നേതാക്കൾ ഞാൻ ആരെന്നറിയാൻ വേണ്ടി ഞാൻ സംസാരിക്കട്ടെ എന്ന് പറഞ്ഞതാണ് തുടങ്ങിയത്. കാരണം കോൺഗ്രസ് നേതാക്കൾക്ക് തന്നെ അറിയില്ല എന്ന തരത്തിൽ സംസാരിക്കുന്നു എന്ന് ബാബു ദിവാകരൻ തന്നെ പറയുന്നു. അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പ്രതിഷേധത്തെ രാജിവെച്ചിരിക്കുന്നത്. ബാബു ദിവാകരൻ പറയുന്നത് അടൂരിൽ നിന്ന് തന്നെ ഒരു സ്ഥാനാർത്ഥി ഉണ്ടാകണം, കോൺഗ്രസിന് ജയസാധ്യതയുള്ള ആളുകളുണ്ട്, പക്ഷേ മണ്ഡലത്തിൽ നിന്ന് പുറത്തുനിന്ന് പരിഗണിക്കുന്ന രണ്ട് പേരുകളാണ് പ്രധാനമായി ഉയർന്നു വരുന്നത്. രമ്യ ഹരിദാസിന്റെയും അതേപോലെ തന്നെയാണ് കോന്നിയിലുള്ള ചില മറ്റ് പ്രവർത്തകരുടെ പേരുകൾ ഉയർന്നു വരുന്നുണ്ട്. പത്തനംതിട്ട ജില്ലയിൽ ആലത്തൂരും തോറ്റ് ചേലക്കരയിലും തോറ്റ മുൻ MP അല്ലേ? അവരെയാണ് ഈ അടൂരേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്. മുൻ MP ആയിരിക്കുന്ന രമ്യ ഹരിദാസിനെയും അതുപോലെ കോന്നി നിയമസഭാ മണ്ഡലത്തിലുള്ള ചില പേരുകളും ഉയർന്നു വരുന്നു. ഈ ഘട്ടത്തിലാണ് ബാബു ദിവാകരന്റെ രാജി. പത്തനംതിട്ട ജില്ലയിൽ ആകെ ഇത്തരത്തിൽ അസംതൃപ്തിയുണ്ട്. പ്രത്യേകിച്ച് പത്തനംതിട്ടയിൽ ആറന്മുളയിൽ അബിൻ വർക്കിയെ മത്സരിപ്പിക്കുന്നതിന് KC വേണുഗോപാലും KPCC അധ്യക്ഷന് പരാതി പോകുന്നു. പരസ്യമായി പോസ്റ്ററുകൾ പതിക്കുന്നു. അതുപോലെ കോന്നിയിലും റിങ്കു ചൊരിയൻ ഉൾപ്പെടെയുള്ള ചില ആളുകൾ അതിർത്തിയിലാണ്. അതിന് പത്തനംതിട്ട ജില്ലയിൽ സ്ഥാനാർത്ഥി നിർണയം കോൺഗ്രസിന്റെ കീറാമുട്ടിയായി മാറിയിരിക്കുകയാണ്. ശരത്ത, ശരി, സുജു പറഞ്ഞതനുസരിച്ച് ആകെ 5 നിയോജക മണ്ഡലങ്ങളാണ് പത്തനംതിട്ട ജില്ലയിലുള്ളത്. 5ഇടത്തും വലിയ തോതിൽ ഈ സ്ഥാനാർത്ഥി നിർണയ ഘട്ടത്തിൽ കോൺഗ്രസിനുള്ളിൽ അതൃപ്തി പുകയുകയാണ്. വളരെ പരസ്യമായി തന്നെ അത് പുറത്തുവരുന്നു. പോസ്റ്ററുകൾ വ്യാപകമാകുന്നു. അങ്ങനെ പോകുന്നു പത്തനംതിട്ടയിലെ കോൺഗ്രസ് രാഷ്ട്രീയം.